എതിരാളിക്കൊത്തൊരു പോരാളിയാണെന്നും കെ സുധാകരൻ. അവസാന നിമിഷം വരെ മത്സരിക്കാനില്ലെന്നു പറഞ്ഞു ഒഴിഞ്ഞു മാറി നിന്ന സുധാകരൻ ഹൈക്കമാൻഡ് പറഞ്ഞതിനനുസരിച്ചാണ് മനസ്സില്ലാ മനസ്സോടെ ഇക്കുറിയും കളത്തിലിറങ്ങിയത്. അല്പം വൈകിയില്ലെങ്കിലും സ്വതസിദ്ധമായ ചടുലതയോടെ കളം പിടിക്കുന്ന സുധാകരനെയാണ് പിന്നീട് കണ്ടത്. കണ്ണൂരിൽ സുധാകരനല്ലെങ്കിൽ മറ്റാരെന്ന ചോദ്യം കോൺഗ്രസിൽ നിന്നും മാത്രമല്ല എതിരാളികളിൽ നിന്നുപോലും പലപ്പോഴും ഉയരാറുണ്ട്. CPM പാർട്ടി ഗ്രാമങ്ങളിൽ കയറി വോട്ട് പിടിക്കാനുള്ള അന്യാദൃശ്യമായ കഴിവാണ് മിന്നൽ പിണറായി സുധാകരനെ മാറ്റുന്നത്. ആർക്കുനേരെയും കൈചൂണ്ടി ചങ്കൂറ്റത്തോടെ വെല്ലുവിളിക്കുന്ന മറ്റൊരാൾ കോൺഗ്രസിലില്ല. പലപ്പോഴും CPM നേതൃത്വത്തിനെതിരെ അണികൾ പറയാൻ മടിക്കുന്ന കാര്യങ്ങൾ തുറന്നടിക്കുന്നതാണ് സുധാകരൻ ഇപ്പോഴും എതിർപാളയങ്ങളിൽ നിന്ന് പോലും കയ്യടി ലഭിക്കുന്നതിനുള്ള കാരണം. സുധാകരനെതിരെ ഏറ്റവും കരുത്തനായ എതിരാളിയായി MV ജയരാജനെ ഇറക്കിയതിലൂടെ ഇക്കുറി പാർട്ടി വോട്ടുകൾ ചോരില്ലെന്ന വ്യക്തമായ സന്ദേശമാണ് CPM നൽകിയിരിക്കുന്നത്. +2 ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ്സ് ഫസ്റ്റ് AR/VR ക്ലാസ് റൂമിലൂടെ സ്മാർട്ട് ഫോൺ എഞ്ചിനീയർ ആവാം. കൂടുതൽ അറിയാൻ വിളിക്കൂ ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ. എന്നാൽ സ്ഥാനാർത്ഥിയായി പ്രചരണം തുടങ്ങിയ ദിവസം തന്നെ ഈ ആത്മവിശ്വാസം തകർക്കാൻ സുധാകരനായി. കേന്ദ്ര കമ്മിറ്റി അംഗമായ PK ശ്രീമതിയെ 90,000 വോട്ടുകൾക്ക് തോൽപ്പിച്ച തനിക്ക് MV ജയരാജൻ ഒരു എതിരാളിയല്ലെന്നായിരുന്നു സുധാകരൻ്റെ ആദ്യ വെടി. എന്നാൽ ഇക്കുറി കാര്യങ്ങൾ അത്ര എളുപ്പമാവില്ലെന്നാണ് കണ്ണൂരിൽ ചില സ്വകാര്യ ചാനലുകൾ നടത്തിയ സർവേ ഫലങ്ങളിൽ നിന്നും വ്യക്തമാവുന്നത്. ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിൽ ജയപരാജയങ്ങൾ കീഴ്മേൽ മറിയാമെന്നാണ് വിലയിരുത്തൽ. മലയോരത്തു നിന്നും പരമ്പരാഗതമായി കോൺഗ്രസിന് ലഭിക്കുന്ന ന്യൂനപക്ഷ വോട്ടുകൾ ഇക്കുറി ലഭിക്കുമോ എന്ന ചോദ്യമാണ് ഉയരുന്നത്. നേരത്തെ ചില സംഘപരിവാർ അനുകൂലമെന്ന് തോന്നിക്കുന്ന പ്രസംഗങ്ങൾ നടത്തിയ സുധാകരനോട് മുസ്ലിം ലീഗിലെ ഒരു വിഭാഗത്തിനും ഉള്ളുകൊണ്ട് താൽപ്പര്യമില്ല. ലീഗ് വോട്ടുകൾ പ്രതീക്ഷിച്ച പോലെ കിട്ടിയില്ലെങ്കിൽ ഇക്കുറി സുധാകരൻ ഏറെ വെള്ളം കുടിക്കും. മുൻകാലങ്ങളിൽ തൻ്റെ സഹയാത്രികനായി നിഴൽ പോലെ നടന്നിരുന്ന C രഘുനാഥ് NDA സ്ഥാനാർത്ഥിയായി കളത്തിലിറങ്ങിയതാണ് മറ്റൊരു വെല്ലുവിളി. താമര ചിഹ്നത്തിൽ മത്സരിക്കുന്ന C രഘുനാഥ് കോൺഗ്രസ് വോട്ടുകൾ ചോർത്തിയാൽ പണി കിട്ടുക സുധാകരനായിരിക്കും. MP എന്ന നിലയിലുള്ള ദുർബല പെർഫോമൻസും ലോക്സഭയിലെ ഹാജർ നിലയിലെ കുറവുമാണ് മറ്റൊരു കീറാമുട്ടി. ഇതിനൊപ്പം ഹൈമാസ്റ്റ് ലൈറ്റുകളിൽ ഒതുങ്ങിയ വികസന നേട്ടവും തിരിച്ചടിയായി മാറിയേക്കും. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽസലാമ ഹൈ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ. സുധാകരൻ ഒരു സൈക്കിൾ പോലും മേടിച്ചു കൊടുത്തില്ലെങ്കിൽ കണ്ണൂരിൽ ജനങ്ങൾ കൈപ്പത്തിക്ക് തന്നെ വോട്ട് ചെയ്യുമെന്നാണ് കോൺഗ്രസിൻ്റെ അവകാശവാദം. പിണറായി സർക്കാരിനെതിരെയുള്ള ജനവികാരം കഴിഞ്ഞ തവണത്തെ പോലെ ഇക്കുറിയും UDF തരംഗമാകുമെന്നും കോൺഗ്രസ് നേതൃത്വം പറയുന്നു. AICC ഫണ്ട് തെരഞ്ഞെടുപ്പിൽ ലഭിക്കാതിരുന്നിട്ടും കണ്ണൂരിൽ സുധാകരൻ സ്ഥാനാർത്ഥിയായതുകൊണ്ടും കോൺഗ്രസിന് ക്ഷീണം ചെയ്തിട്ടില്ല. CPMലെ പടല പിണക്കങ്ങളും ആന്തരിക സംഘർഷങ്ങളും പതിവ് പോലെ സുധാകരന് വോട്ടായി മാറുമെന്നാണ് UDF ക്യാമ്പിലെ പ്രതീക്ഷ. കേസിനെതിരെ നടത്തുന്ന സൈബർ അറ്റാക്ക് കൂടുതൽ മൈലേജായി മാറുമെന്ന കണക്കുകൂട്ടലുമുണ്ട്. മലയോര കർഷകർ നേരിടുന്ന വന്യമൃഗശല്യ, കാർഷിക ഉൽപ്പന്നങ്ങളുടെ വിലത്തകർച്ച തുടങ്ങി ഒട്ടേറെ അനുകൂല ഘടകങ്ങൾ കേസിന് അനുകൂലമായി വോട്ടർമാർ ചിന്തിക്കാൻ കാരണമാകുമെന്നാണ് ജില്ലാ കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ വിലയിരുത്തൽ. ഇതുകൂടാതെ കണ്ണൂർ പാർലമെൻറ്റ് മണ്ഡലത്തിൽ 19,000 വോട്ടുകളുള്ള SDPഐയും 10,000-ലേറെ വോട്ടുകളുള്ള വെൽഫെയർ പാർട്ടിയും പിന്തുണ പ്രഖ്യാപിച്ചതോടെ ആത്മവിശ്വാസത്തിലാണ് UDF ക്യാമ്പുകൾ.